സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ പദ്ധതികൾക്കായി കിഫ്ബി വഴി 46,145 കോടി രൂപ ചെലവഴിച്ചതായി മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് പാറക്കടവ് പാലം നിർമ്മാണോദ്ഘാടനം കീഴ്വായ്പൂര് പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി. പാലം, കെട്ടിടം, റോഡ് എന്നിവയിലൂടെ 10 വർഷത്തിനുള്ളിൽ പശ്ചാത്തല വികസന മുന്നേറ്റത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചു. 5 വർഷത്തിനിടെ 150 പാലം പൂർത്തിയാക്കി. 60% റോഡുകൾ BMBC നിലവാരത്തിലാക്കി. ദേശീയപാത 66ന്റെ 600 കിലോമീറ്ററിൽ 500 കിലോമീറ്റർ പൂർത്തിയാകുന്നു. കുതിരാൻ ടണൽ, മൂന്നാർ, ബോഡിമെട്ട്, നാട്ടുകൽ, താണാവ് ഹൈവേ പദ്ധതി യാഥാർത്ഥ്യമായി. 13 ജില്ലകളിലൂടെ കടന്നുപോകുന്ന 1200 കിലോമീറ്റർ നീളമുള്ള മലയോര ഹൈവേ, 9 ജില്ലകളിലൂടെ പോകുന്ന തീരദേശപാത, മുനമ്പം പാലം, തുരങ്കപാത എന്നിവയുടെ നിർമ്മാണം പുരോഗമിക്കുന്നു. റോഡ് നവീകരണത്തിന് മാത്രം 35,000 കോടി രൂപയാണ് സർക്കാർ നൽകിയത്. ബജറ്റ് ഫണ്ടിനൊപ്പം കിഫ്ബി, നബാർഡ്, റീബിൽഡ് കേരള, CRIF പദ്ധതിയിലൂടെ സംസ്ഥാനത്ത് റോഡ് വികസനം കൂടുതൽ കാര്യക്ഷമമാക്കി. റെസ്റ്റ് ഹൗസുകളിൽ 2021 മുതൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിച്ചതോടെ 32 കോടി രൂപയുടെ വരുമാനം ലഭിച്ചു. സംസ്ഥാനത്തെ പ്രധാന ഇടങ്ങളിൽ മെച്ചപ്പെട്ട താമസ സൗകര്യം കുറഞ്ഞ തുകയ്ക്ക് ഒരുക്കി. ടൂറിസം പദ്ധതിയുടെ ഭാഗമായി വി പാർക്ക്, ലെവൽ ക്രോസ് ഇല്ലാത്ത കേരളം പദ്ധതിയുടെ ഭാഗമായി റെയിൽവേ മേൽപ്പാലം, റോഡ് പരിപാലനത്തിന് റണ്ണിംഗ് കോൺട്രാക്ട് എന്നിവയെല്ലാം ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞ വികസനമാണെന്നും മന്ത്രി പറഞ്ഞു. ഇങ്ങനെ വലിയ കുതിപ്പാണ് നാട്ടിലുണ്ടായിട്ടുള്ളത്. ഈ കുതിപ്പ് ജനങ്ങൾ സ്വന്തം ജീവിതത്തിൽ തിരിച്ചറിയുന്നു. നമുക്കൊന്നിച്ച് ഈ നാടിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളെല്ലാവരുടെയും പിന്തുണ പ്രതീക്ഷിക്കുന്നു. ഉദ്ഘാടനം നിർവഹിച്ചതായി സന്തോഷപൂർവ്വം അറിയിക്കുക. ഭാവി മുന്നിൽ കണ്ടുള്ള വികസനമാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് അധ്യക്ഷൻ മാത്യു ടി തോമസ് MLA പറഞ്ഞു. കിഫ്ബിയിലൂടെ നിരവധി വികസനം മണ്ഡലത്തിൽ നടന്നു. കോമളം പാലം പൂർത്തിയായി. മല്ലപ്പള്ളി താലൂക്ക് ആശുപത്രി നിർമ്മാണം പുരോഗമിക്കുന്നു. ലഭ്യമായ സാധ്യത പ്രയോജനപ്പെടുത്തി ജനങ്ങൾക്കാവശ്യമായ വികസനമാണ് നൽകുന്നതെന്നും MLA പറഞ്ഞു. ശിലാഫലകം അനാച്ഛാദനം മാത്യു ടി തോമസ് MLA നിർവഹിച്ചു. മണിമലയാറിന് കുറുകെ കീഴ്വായ്പൂർ പരിയാരം കരയെ ബന്ധിപ്പിക്കുന്ന പാലം കിഫ്ബി ഫണ്ട് 11.79 കോടി രൂപ ചെലവിട്ടാണ് നിർമ്മിക്കുന്നത്. പാലത്തിന്റെ നീളം 112.6 മീറ്ററും വീതി 11 മീറ്ററുമാണ്. 7.5 മീറ്റർ ക്യാരേജ് വേയും ഇരുവശങ്ങളിലുമായി 1.5 മീറ്റർ ഫുട്പാത്തുമുണ്ട്. പരിയാരം ഭാഗത്ത് 155 മീറ്ററും കീഴ്വായ്പൂർ ഭാഗത്ത് 11.3 മീറ്ററും നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KRFB എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CB സുഭാഷ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KG സാബു, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ G സതീഷ് ബാബു, ഡോക്ടർ ബിജു T ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AD ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ റീന യുഗേഷ്, അനിത P മാത്യു, സംഘാടക സമിതി കൺവീനർ ഡോക്ടർ ജേക്കബ് ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴഞ്ചേരി.